കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ചിക്കൻ വെച്ചിട്ട് ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3/4 കിലോളം വരുന്ന ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് ഒരു 5 മിനിറ്റോളം ഒന്ന് ഇതിലൊന്ന് വേവിച്ചെടുക്കാം. ഈ എണ്ണയിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കൻ ഒന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ 3 ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് പോകണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണമെല്ലാം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ, വറുത്ത് കോരി വെച്ച ചിക്കനും ഒരു 3 പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി നീളത്തിലരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് 5 മിനിറ്റ് കൂടെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയെല്ലാം നല്ലപോലെ വെന്തടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങ പകുതി ഒന്ന് പിഴിഞ്ഞെടുത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കാം.
നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്ക് നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.